ഹാപ്പി ഹാപ്പി എന്ന് പറയാനുണ്ട അമ്മ കൊല്ലം സമൃദ്ധമായിരിക്കുന്നു. സമൃദ്ധമായി ഞാൻ ഇങ്ങനെ വന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ. അച്ഛനമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ രണ്ട് മരുമക്കളും വെളുപ്പിന് എണീറ്റ് അവരെ വിളിച്ചുണർത്തി വിഷുക്കണി കാണിച്ചപ്പോൾ അച്ഛനമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അച്ഛൻ്റെ പഴയ വിഷുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 2:15 ആവണുള്ളൂ. ഞങ്ങൾ കറക്റ്റ് 2 മണിക്ക് ഞാനും ഗീത്തും താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. വിഷുവിനായാലും ഓണത്തിനായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ വിഷുക്കണി ഇത്രയും പുലർച്ചെ എണീറ്റ് ചെയ്യുന്നത്. അച്ഛൻ തലേ ദിവസം പറഞ്ഞേൽപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് വന്ന് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണി 5 മണിയൊക്കെ ആയിരിക്കും. പല സ്ഥലത്തും പല ടൈമിലാണ് വിഷുക്കണി കാണാമെന്ന് പറയാം. അങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു. പല ടൈമാണ് അങ്ങനെ കമൻറ്റിൽ പറഞ്ഞത്. നമ്മളിവിടെയൊക്കെ 2 മണി to 3 മണിയുടെ ഉള്ളിലാണ് കറക്റ്റ് സമയം. അങ്ങനെ ഗൈസ് സമയം 2:30 2:30 ആയിട്ടുണ്ട്. പാറുട്ടൻ കണി കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണം. നമുക്ക് സദ്യ വിഭവങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4 o'clock 5 o'clock ഒക്കെ ആകുമ്പോഴേ നമ്മൾ അടുക്കളയിൽ കയറാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അടുക്കളയിൽ കയറി സദ്യ ഒരുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. സമയം എന്ന് പറയുന്നത് 4 മണിയാണ് സമയം. പിന്നെ ഞാൻ ചെന്നെടുത്തിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കഴിഞ്ഞ് കൊടുക്കാനുള്ള ധാവണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അടുക്കളത്തെ പരിപാടികളൊന്നും ഒതുങ്ങിയതിന് ശേഷം ധാവണി എടുക്കാമെന്ന് പ്ലാൻ. അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറികളും വിഭവങ്ങളും സാമ്പാറും അവിയൽ വിഷുക്കട്ട മാങ്ങക്കറി അത്ര വലിയ വിഭവസമൃദ്ധം ഇടുന്നില്ല. പൂര ചിഞ്ചിലും ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് രാവിലെ തന്നെ കൊച്ചായി വരും. കൊച്ചായി മാമനെയും ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവർ വരും. അപ്പോൾ അവർ വരുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കി വയ്ക്കണം. പുട്ടും കടലക്കറിയാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ഞങ്ങളപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ആദ്യം തന്നെ കടലക്കറിയും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആദ്യം സെറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും നന്നാക്കുന്ന പരിപാടിയിൽ ഞാനും ബാക്കിയുള്ള പരിപാടികൾ അമ്മയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കീത്തോ ഉണ്ണികളെ എണീറ്റപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ഉറക്കം വരാത്തതുകൊണ്ട് കീത്തോ എണീറ്റ് വരുന്ന ഒരു സമയത്ത് എനിക്ക് പോയി കിടക്കാമല്ലോ, അങ്ങനെ ഒരു തീരുമാനമായിട്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പോയി കിടന്നുറങ്ങിക്കോ കുറച്ച് കഴിഞ്ഞ് എണീറ്റാൽ മതി. പക്ഷേ എനിക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ പണികൾ വേഗം കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ പുട്ട് നമ്മളിവിടെ പൊൻകതിരിൻ്റെ പുട്ടുപൊടി കൊണ്ടാണ് ചെയ്യാറ്. ഇത് ഞങ്ങൾ ശരിക്കും 3 മണിക്കാണ് ഇപ്പോൾ കിച്ചണിൽ 3:30 സമയത്താണ് നമ്മൾ കിച്ചണിൽ നിൽക്കണം. 3 മണിക്ക് നമ്മൾ വിളക്കാട്ടി പുറത്ത് കിച്ചണിൽ നിൽക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടിന് നനച്ച് വെച്ചു. എത്ര പേര് ഈ ഒരു പുട്ടുപൊടി ചെയ്യുന്നുണ്ടെന്ന് പറയണം. ഒരുപാട് നമ്മൾ പുട്ടുണ്ടാക്കൽ വളരെ കുറവാണ്. വിഷുവിനും ഓണത്തിനൊക്കെ നമ്മൾ തലേ ദിവസം
ഇഡലിക്ക് അരച്ച് കൂട്ടി വെക്കാറുണ്ട്. പക്ഷെ എന്തോ ഇത് മറന്നു, അല്ലെങ്കിൽ അത് വിട്ടുപോയി എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് നമ്മൾ പുട്ടും കടലയാക്കിയത്. പിന്നെ അച്ഛന് കുറച്ചും കൂടി ഇഷ്ടമാണ് പുട്ടും കടലയും. അത് നനച്ച് വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ കൃഷ്ണൻ നല്ല രീതിയിൽ ഇങ്ങനെ ചിരിച്ച് മയങ്ങിയിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. നമുക്ക് നല്ല രീതിയിൽ കണി വയ്ക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എല്ലായിടത്തും നമ്മളൊക്കെ ഉള്ള സാധനം വെച്ചിട്ട് കണി ഒരുക്കുക. കൃഷ്ണന് ഇത് വേണം അത് വേണം നിർബന്ധമൊന്നുമില്ല. എന്തൊക്കെയുണ്ടോ അതെല്ലാം വെച്ചിട്ട് കൃഷ്ണനെ നമുക്ക് അലങ്കരിച്ചിരിക്കാം കേട്ടോ. പുറത്ത് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സമയം 4 മണിയങ്ങാണ്ടാന്ന് തോന്നുന്നു, 3:45 അങ്ങാണ്ടാണ്. എനിക്ക് ഒട്ടും ധൈര്യമില്ല. അച്ഛൻ അപ്പുറത്തുള്ളൊരു ധൈര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് തലേ ദിവസം തന്നെ അമ്മ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിനും സാമ്പാറിനും പിന്നെ ഒരു തോരനും വെക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കിയുള്ള പച്ചക്കറി അമ്മ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സാമ്പാറിന് നമുക്ക് അടുപ്പത്തിടണം. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നന്നാക്കിയത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് സാമ്പാർ വെക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ചോദിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് അടുക്കളയിൽ കിടന്ന് മറിയുന്ന കുറേ വീഡിയോസ് കിടുന്നതല്ല, എന്നിട്ട് സാമ്പാർ വെക്കാൻ അറിയില്ല എന്നൊരു ചോദ്യത്തിന് പ്രശസ്തിയില്ല. എനിക്കിപ്പോഴും സാമ്പാർ വയ്ക്കാൻ അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ അമ്മയാണ് പ്രോ എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ. അതിൽ ഞങ്ങൾ കൈ കിടത്താറും ഇല്ല എന്ന് പറയാം. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് അങ്ങനെ മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. പക്ഷേ എന്താ പറയുക, സാമ്പാറിന് വേണ്ടിയിട്ട് നിൽക്കാറില്ല. അതുപോലെ തന്നെയായിരുന്നു ചിക്കൻ കറി. ഞാൻ ഇവിടെ വന്നിട്ടാണ് ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇപ്പം ഉച്ചയ്ക്ക് നമ്മൾ രാവിലേക്കും സാമ്പാർ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഉച്ചയ്ക്ക് സാമ്പാർ വളരെ കുറവായിരിക്കും. ഒരുപാട് സാമ്പാർ ഉണ്ടാക്കേണ്ടി വരും. ഞങ്ങളെല്ലാവരും ഒരുപാട് കറി ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കറി വേണം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മാത്രമാണ് സാമ്പാറുള്ളത്. മോരുകാച്ചിയും ഇഞ്ചമ്പുളിയും കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പാചകക്കാരനാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് അമ്മ എനിക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരുന്നതനുസരിച്ചിട്ടാണ് ഞാൻ സാമ്പാറിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവിയലിനുള്ളത് നമുക്ക് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ അപ്പം സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ട് എടുക്കണം കേട്ടോ. ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എണീറ്റ് വേഗം ചുരിദാറിട്ട് പോകുന്നു. കീത്ത് ധാവണി എടുത്തിട്ടുണ്ടായിരുന്നു. നാളികേരം നമ്മൾ പുട്ടിനാട്ടോ ചെറുകിക്കൊണ്ടിരിക്കണേ. ഈ ഒരു സമയമായപ്പോഴത്തേനും എനിക്ക് തല ചെറുതായിട്ടൊന്ന് കിറുകി തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മേനെ എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിലാക്കിയിട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ ഉണ്ണികൾ കീത്ത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ താഴത്തേക്ക് എത്തും. അവൾ എത്തണ നേരത്ത് മേലെ പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങാമെന്നുള്ളൊരു പ്ലാനാണ്. അവിയലേക്കുള്ള നമ്മൾ അരപ്പം എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിനോ അവിയലിന് അരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിയൽ ഇങ്ങനെ അരച്ച് ചമ്മന്തി എന്താ പറയുക ചട്നി പോലെയൊക്കെ അമ്മയ്ക്ക് കൊടുത്തത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ ഫ്ലോപ്പ് പരിപാടികളൊക്കെ എൻ്റെ പണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പം നല്ല ചന്തത്തിൽ നമുക്ക് അവിയലിനുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് ചെയ്യാം, അവിയലെടുക്കാം. എത്ര പേര് തൈര് ഒഴിച്ച് അവിയൽ ഉണ്ടാക്കാറുണ്ട്? എൻ്റെ സ്വന്തം വീട്ടിൽ തൈര് ഒരുപാട് ഒഴിക്കും. ഇവിടെ അങ്ങനെ അധികം തൈര് അങ്ങനെ ഒഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ദേ കടലയ്ക്ക് സെറ്റായിട്ടുണ്ട്. കടലയിൽ ഇങ്ങനെ നമ്മുടെ കടലക്കറി ഒഴിച്ചു. കുറച്ച് കടല പുഴുക്കിനും വേണ്ടിയിട്ട് ഒലത്താനും വേണ്ടിയിട്ട് കുറച്ച് കടല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അവിയലിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണമല്ലോ. ചേനയൊക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ, നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. പിന്നെ വിഷുവിന് എത്ര പേര് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി, നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആവും. ഞങ്ങൾ 2 പേരും ഉച്ചയ്ക്ക് പോവും. അങ്ങനെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അവരങ്ങനെ ഭക്ഷണം അധികം കഴിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ വേസ്റ്റായി പോണതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. വളരെ കുറച്ച് സാധനം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ദേടാ നമ്മൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരിപാടിക്ക് ആയപ്പോഴത്തേനും കീത്തു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കീത്തു വന്ന പാടെന്നോട് പറഞ്ഞു, നീ വേഗം പോയി കിടന്നു എന്ന് പറഞ്ഞു. കീത്തു ഉറങ്ങിപ്പോയായിരുന്നു. സമയം ഇപ്പോൾ 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു,
ഞാൻ കിടന്ന് ഉറങ്ങാൻ വെച്ചാൽ ഒന്ന് മയങ്ങാന്നുള്ളൊരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് സൂര്യൻ തലയ്ക്ക് മേലെത്തുന്ന സമയത്ത് നമുക്ക് കണ്ണ് ഭയങ്കരമായിട്ട് പുളിക്കും, തലവേദനയൊക്കെ എടുക്കും. ഞാനൊരു 3/4 മണിക്കൂർ 20 മിനിറ്റ് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. കീത്തും അങ്ങനെ തന്നെയായിരുന്നേ, വളരെ കുറവ് ഉറങ്ങിയിട്ടുള്ളൂ. ഒട്ടും ഉറങ്ങാണ്ടിരുന്നാൽ എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, പിള്ളേരെ കാര്യം കൂടെ നോക്കട്ടെ. ഇത് ഞെട്ടുടിയൻ മാങ്ങയാണ് മാങ്ങക്കറി വയ്ക്കാൻ. ഇവിടെ കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊക്കെ മാമ്പഴ പുളിശ്ശേരിക്ക് ഞെട്ടുടിയൻ മാങ്ങയാണ് എടുക്കുക. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ശർക്കര നീരുണ്ടല്ലോ, വിഷുക്കട്ടയ്ക്ക് ശർക്കര നീര് എടുത്തിരുന്നത്. പിന്നെ വിഷുക്കട്ട ബീഫ് കറിയും കൂട്ടി കഴിക്കും കേട്ടോ, അങ്ങനെ ചെയ്യും. നല്ല മാങ്ങയാണ്, അധികം പുളിയില്ല, എന്നാലും ചെറിയൊരു മധുരമുണ്ട്, ഭയങ്കര മാംസമുള്ള നല്ല അസല മാങ്ങയാണ് കേട്ടോ. ഈ ഒരു മാങ്ങ തന്നെ ഇവർ മാങ്ങക്കറിക്ക് എടുക്കത്തുള്ളൂ, അങ്ങനെ പറഞ്ഞ് മേടിക്കും. അങ്ങനെ നമ്മുടെ വിഷുക്കട്ടയ്ക്കുള്ള മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങക്കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിഷുക്കട്ടയ്ക്ക് കോമ്പിനേഷനാക്കി നിങ്ങൾ എന്താണ് ഫുഡ് കഴിച്ചതെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അമ്മേനോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെല്ലാം ചെയ്യാം. അമ്മേനോട് ചോദിക്കണം, അമ്മ ഇത്രയും സൈസ് മതിയോ, ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതാക്കണോ കുറച്ചും കൂടെ വലുതാക്കണോ? അപ്പോൾ അമ്മ പറയുന്നതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് എൻ്റെ 2 മക്കളെ കൊണ്ട് വരികയാണ്, കണ്ണുപൊത്തി. ഇവിടെ നമ്മുടെ അച്ഛനും മോനും നേരം പരപരാ വെളുത്തിട്ടാണ് കേട്ടോ കണി കാണാൻ ഇറങ്ങിയത്. പക്ഷെ എൻ്റെ മോള് വെളുപ്പിന് തന്നെ കണ്ടായിരുന്നു. അച്ഛൻ്റെ കണ്ണും പൊത്തി, അച്ഛൻ മോൻ്റെ കണ്ണും പൊത്തി വന്നിങ്ങനെ കണി കാണിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ചക്ക വലുത്തിട്ടുണ്ട്. തേങ്ങച്ചക്ക പഴുത്ത് വേറെ വല്ലതും ബാക്കി ഞാൻ എന്നോളാം. കൃഷ്ണ ഏതാണ് മാങ്ങക്കറിക്കുള്ള മാങ്ങ കഷ്ണങ്ങളാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, അവിയലേറി റെഡി ആയിട്ടുണ്ട്, മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടോ, മാങ്ങക്കറി അച്ഛൻ്റെ വകയായിരുന്നു. ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും അമ്മയ്ക്ക് ഒട്ടും പാടില്ലാണ്ടായിട്ടോ. കാരണം കാലുകൊണ്ട് അമ്മയ്ക്ക് മുട്ടുവേദന ഭയങ്കരമാണ്. മുട്ടുവേദനയുടെ മരുന്ന് അമ്മ 2 ദിവസമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ആൾ, പക്ഷേ അമ്മയ്ക്ക് മരുന്നില്ലാണ്ട് ഒട്ടും പറ്റില്ല ഗൈസ്. അപ്പോൾ ഒട്ടും അമ്മയ്ക്ക് പറ്റാണ്ട് അപ്പത്തിന് ഇരിപ്പായി ശരിക്കും ഉച്ചയായപ്പോഴും. പിന്നെ എൻ്റെ ധാവണി എൻ്റെ സ്വന്തം ഫാഷൻ ക്ലബ് ബോട്ടിക്ക്, എൻ്റെ ധാവണീസൊക്കെ ഞാൻ അവർക്ക് നട്ടെടുക്കാറ്. ഫാഷൻ ക്ലബ് ബോട്ടിക്കിൽ നിന്നാണ് ഞാൻ ധാവണി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ധാവണിയാണ് കേട്ടോ, അത് ഞാൻ ഇവിടുത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പിള്ളേർ ഫുള്ള് എന്താ പറയുക കുളിച്ച് കുട്ടപ്പന്മാരെ. കാശിക്കുട്ടൻ രാവിലെ തന്നെ ഇറങ്ങി വന്ന് മുണ്ടക്കുടുത്ത് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. 6 മണി. ഹായ് ഹായ്, ഈ പുതിയ ഡ്രസ്സാണോ? നന്നായിട്ടുണ്ട് കേട്ടാ. ഹാപ്പി വിഷു പറ എല്ലാവരോടും. ഹാപ്പി വിഷു ടു ഓൾ. കാശി തന്നെയല്ലേ കൊടുക്കണത്. എല്ലാവരും മയത്തിലൊക്കെ കൊടുക്കാം. മകളെ വിഷുദിനത്തിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന കീർത്തു നിനക്ക് മാത്രം 50 എന്ന് പറയുന്നത് കൈനീട്ടം മോക്ക് മക്കൾക്ക് കൊടുക്ക്.
അവിടെ ഇരുന്ന് വലിയ ഹാപ്പി വിഷു ഹാപ്പി വിഷു അത് കുഴപ്പമില്ല പിടിച്ചോ പിടിച്ചോ അത് കരുതി നമുക്ക് കേട്ടാ അങ്ങനെ നെന്നോ 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 ഹാപ്പി വിഷു ഹാപ്പി പാർവതി ഹാപ്പി വിഷു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 11 മണിയാണ്. എപ്പോഴത്തെയും പോലെ പുട്ടും കടലയും ആയതുകൊണ്ട് പോളിങ് കുറച്ച് കുറവായിരുന്നു. അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾക്കിപ്പോൾ ഒരുമിച്ചിരിക്കാൻ പറ്റുള്ളൂ. പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന അവസരം അച്ഛന് നിർബന്ധമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടുള്ള ഫുഡ് കഴിക്കൽ മതിയെന്ന്. പിള്ളേരായപ്പോൾ ഞങ്ങൾക്കതൊന്നും പറ്റാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഇന്നും അച്ഛൻ വേഗം കഴിച്ചു. ഇനിതേ നമ്മുടെ വിഷുക്കട്ട പരിപാടിയിലേക്കാണ് പോണത്. സദ്യയുടെ പരിപാടി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫിനിഷായി. വിഷുക്കട്ട ഉണ്ടാക്കുക എന്ന് പറയണത് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ഒരു 7 നാളികേരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാളികേരം ചിരണ്ടേണ്ട പണി ഏട്ടൻ എടുത്തിട്ടുണ്ടായി. കാരണം ഏട്ടൻ ഒരു വലിയ ചക്ക അപ്പുറത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇട്ട് വെച്ചതല്ല, കണിയിൽ വെച്ചിരുന്ന ചക്കയായിരുന്നു. അത് ഏട്ടന് വേഗം നന്നാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആളുടെ പണി നല്ല വിശേഷമായിട്ടെടുത്ത് കഴിച്ചു വെച്ചു. നിഖിലിൻ്റേതായ പണിയിൽ അരച്ച് വെച്ച നാളികേരം പിഴിഞ്ഞെടുക്കുക എന്നുള്ള പണിയാണ് നിഖിലിന്. എനിക്കാണെങ്കിൽ നാളികേരം അരയ്ക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ് കിട്ടിയത്. അങ്ങനെ 3 പേർക്കും 3 തരം പണിയുണ്ട്. അച്ഛന് അപ്പുറത്ത് എന്തോ കുക്കിങ്ങിൻ്റെ പണിയുണ്ട്. അമ്മ അവിടെ ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന മെയിൻ ആളായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് എണീറ്റ് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അമ്മേനെ ഞങ്ങൾ അവിടെ ഇരുത്തി. കാരണം ഇതിൽ ഉപ്പും മുളകും പുളിയോ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാലോ കൂടിയാലോ അമ്മയുടെ കണ്ണെത്തണം. ഇതൊന്നും അമ്മയുടെ കണ്ണെത്തിയില്ലെങ്കിൽ ഞങ്ങൾ നല്ല അസലായി കുളമാക്കി കൊടുക്കും. അപ്പോൾ അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ അടുക്കളയിൽ ഭയങ്കര ഹാപ്പി, കുറേ കോമഡി പറഞ്ഞ് കുറേ ചളിയൊക്കെ അടിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷുക്കട്ട ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. നമ്മൾ ശരിക്കും പായസം ഉണ്ടാക്കാൻ വേണ്ടി പായസത്തിന് വേണ്ടി നാളികേരം അടിച്ച് പിഴിയത്തില്ലേ, ആ ഒരു സംഭവം സെറ്റപ്പൊക്കെ തന്നെയാണ്. അപ്പം നിഖിലും ഞാനും കൂടിയിട്ടാണ് നാളികേരപ്പാൽ പിഴിയണത്. വിഷുക്കട്ട ഉണ്ടാക്കണമെന്ന് എല്ലെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ. കണി വയ്ക്കാൻ പറ്റാ ചക്കയാ പഴുത്ത് തേങ്ങ ചക്ക ഇട്ടിരുന്നു. ക്ഷമയില്ല കൈസ്. ഇക്കൊല്ലം ചക്ക അങ്ങനെ തിന്നാത്തോണ്ട് അതിനെന്തു മധുരം കുറച്ച് ചെറുതായി പോയി. തേങ്ങ ചക്ക ഒരുമിച്ച് തരാൻ വെച്ചേ, അല്ലെങ്കിൽ ആർക്കാർക്കും ഉണ്ടാവില്ല. അവർ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം ആകെ അതുള്ളൂ. പിന്നെ ഇതായി കഴിഞ്ഞിട്ട് ആർക്കാർക്കും കൊടുക്കാണ്ടാവില്ല. ഞാൻ അതിന്റെ മര്യാദയ്ക്ക് നിന്നിട്ട് കൂടില്ല. ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. കമന്റ് പില്ലോന്നാ എവിടെ പിന്നെ ചില ആൾക്കാർ വയ്ക്കും ചക്കക്ക് ഇത്ര ആക്രാന്തം പോകും. ആക്രാന്തം മാത്രം നിനക്ക് വേറെ കൊല്ലട്ടുന്നില്ലേ ചോദ്യം വേറെ. അപ്പുറത്ത് മാമനും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2ാം പാലും 3ാം പാലിലേക്ക് നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കുക. അരി വെന്ത് വരുന്ന സമയമാകുമ്പോൾ ഉപ്പും ജീരകമൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ തൻപാലും ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇവിടെ കീത്തു അരി കഴുകാനിരിക്കുകയാണ്. ഈ അരിക്ക് നല്ലോണം അരി വാഷ് ചെയ്യണം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു കളറ്, വിഷുക്കട്ടയുടെ ഒരു കളറ് കണ്ടില്ല, ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ വിഷുക്കട്ടയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മാമൻ ഉണ്ണികൾക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. ഓരോരുത്തർക്കായിട്ട് മാമൻ കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പൊണ്ണമ്മായിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൊണ്ണമ്മായി ഇപ്രാവശ്യം വലിയച്ചിൻ്റെ അടുത്താണ് നമ്മുടെ കുഞ്ഞാവ് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അമ്മ അവിടെ ഇരുന്നോടത്തുനിന്ന് എണീറ്റ് വന്നിട്ട് ഇളക്കിയെടുക്കുകയാണ്. കാരണം മെയിൻ ഇതിൻ്റെ ഒരു പണിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കൈ എത്തിയില്ലെങ്കിൽ ശരിയാവില്ല. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇത് എന്നിട്ട് അമ്മ സെർവ് ചെയ്ത് വയ്ക്കും. വാഴലയിൽ അങ്ങോട്ട് നിവർത്തി സെർവ് ചെയ്ത് വയ്ക്കും. എല്ലാ പ്രാവശ്യവും വിഷുക്കട്ട എൻ്റെ വീട്ടിലേക്കും കീത്തിൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോകാനുള്ളത് ഒരു പ്ലേറ്റിൽ സെപ്പറേറ്റ് അമ്മ ഉണ്ടാക്കിയെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കൽ വളരെ കുറവാണ്. പിന്നെ നമുക്ക് കഴിക്കാനുള്ള വിഷുക്കട്ട എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതിയായിട്ട് വയ്യ ഗൈസ്. കാരണം അമ്മ ഉണ്ടാക്കുന്ന വിഷുക്കട്ടയിൽ എന്താ പറയുക, പാല് നല്ലോണം കൂടുതലായിട്ട് വെളിച്ചെണ്ണമായി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള വിഷുക്കട്ടയാണ്.
ഇതിലേക്ക് നമ്മുടെ മാങ്ങക്കറിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. വിഷുക്കട്ട ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമ്മോ നമ്മുടെ കൃഷ്ണനെ വെച്ച് കൃഷ്ണനെ ചുറ്റും സദ്യക്കുള്ള കറികളും വെച്ച് നമ്മുടെ വിഷുക്കട്ടയും വെച്ച് നമ്മളിതേ സദ്യ കഴിക്കാനിരിക്കാൻ പോവാണ്. വിഷുക്കട്ടയുടെ ഒരു കളർ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യണ നേരത്തെ ഞാനുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് കുറച്ച് വീഡിയോസ് എടുക്കേണ്ട തിരക്കിലായിരുന്നു. കറികൾ എന്തൊക്കെയാണ്? മോരുകാച്ചി, പച്ചപ്പയർ, സാമ്പാർ, അവിയൽ, ഇഞ്ചമ്പുളി, ഇതൊക്കെ തന്നെയാണ്. പിന്നെ മാങ്ങക്കറി. ഇതാണ് നമ്മുടെ സദ്യക്കുള്ള. പിന്നെ കടലപ്പുഴുക്ക്, കടലക്കറി ഉണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതും ഉണ്ടായിരുന്നു. അമ്മ അപ്പം പറയുമായിരുന്നു അതേ കീത്തൂനുള്ളതും അഞ്ചുവിനുള്ളതും ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്, പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ മറക്കരുത്. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അമ്മ ആദ്യമേ എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. ഇങ്ങനെ ഓരോ പ്ലേറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. അപ്പം ഞാൻ വിഷുക്കട്ട കഴിച്ചു നോക്കി. ഞാൻ, ഏട്ടൻ, അമ്മ, അച്ഛനും വിഷുക്കട്ട ഭയങ്കര ഇഷ്ടമാണ്. കീത്തൂരും നിഖിലും അത്രയും വലിയ പ്രിയമില്ല കേട്ടോ വിഷുക്കട്ടനോട്. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇച്ചിരി പൊടിക്കൊരുപ്പ് കുറവ് പോലെ ഫീൽ ചെയ്തു. പക്ഷേ മാങ്ങക്കറി ഒഴിച്ച് കഴിക്കുമ്പോൾ വിഷുക്കട്ട കിടിലം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കാൻ പോവാണ്. സദ്യ കഴിക്കാൻ വലിയൊരു ഇലയിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് കഴിക്കും. ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ ആയിരിക്കില്ലേ, നമ്മുടെ വാഴയിൽ ഒരൊറ്റ എണ്ണം വെട്ടിയെടുത്ത് അതിൽ നിരത്തി ചോറും കറികളും വിളമ്പി എല്ലാവരും കൂടെ കഴിച്ച് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത് അങ്ങനെയാണ് കഴിക്കുക. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ അങ്ങനെയാണ് കേട്ടോ. അച്ഛൻ്റെക്ക് എന്നൊക്കെ വലിയ വലിയ ഉരുളകളായിട്ട് എനിക്ക് എൻ്റെ കണ്ണച്ഛൻ്റെക്ക് നിന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെ കുട്ടച്ഛൻ്റെക്കാണ്. അച്ഛനും വാരിത്തരും. അങ്ങനെ പരസ്പരം നമ്മൾ വാരി കഴിക്കും. എൻ്റെ പാറുക്കുട്ടി ശരിക്കും പറഞ്ഞാൽ വിഷുക്കട്ട കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മളിങ്ങനെയാണ് ഇരിക്കുന്നത്. അമ്മയ്ക്ക് പക്ഷെ നിലത്തിരിക്കാൻ പറ്റില്ല, മുട്ട് വളച്ചിട്ട് അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം പകരം സൈഡിലൊരു കസേരയും ചേർത്തിട്ടാണ് അമ്മേനെ ഇരുത്താറ്. പാറുമോൾ ഇങ്ങനെ വിഷുക്കട്ടയിൽ മാമ്പഴക്കറിയും കൂട്ടി കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര റയറാണ്. പക്ഷെ അവൾ അച്ഛൻ്റെ മോളായതുകൊണ്ട് അച്ഛൻ്റെ കുറേ ടേസ്റ്റുകളൊക്കെ അവൾക്കും ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും ഉണ്ട് കേട്ടോ. സദ്യ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ കറികളും സാധനങ്ങളൊക്കെ അതേ ചൂടാക്കി വെക്കുകയാണ്. നമ്മൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇലയുണ്ടല്ലോ, ആ ഇല എടുത്ത് തെങ്ങിൻതടത്തിൽ കളയേണ്ടത് ആ കുടുംബത്തിലെ ഏറ്റവും താന്ന കുട്ടിയാണ്. അതായത് നമ്മുടെ പാറുവാണത് ചെയ്യേണ്ടത്. ശരിക്കും പാറു അതിനാവാത്തതുകൊണ്ട് പാറും കീത്തും കൂടിയാണ് ആ ഇല എടുത്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചോടൊക്കെ വൃത്തിയാക്കി ഇച്ചിരി ടയേർഡായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞാവ് എത്തിയിരുന്നു. കുഞ്ഞാവ് ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ എത്തേണ്ടതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇന്നത്തെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പൊണ്ണമ്മായും വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സഞ്ചപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, മുത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു. മുത്തും കുഞ്ഞാവൊക്കെ രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ ഓണവും വിഷു ആയിട്ടുണ്ടെങ്കിൽ എത്തുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ പിള്ളേർ കളിക്കിറങ്ങി. എനിക്കിതൊക്കെ കാണുമ്പോൾ ഓണത്തിന് വിഷുവിനൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ കളിക്കും. ആ ഒരു ഓർമ്മയായിട്ട് എനിക്ക് വന്നത്. പാറുക്കുട്ടി ഇതേ കൊമ്പത്ത് കയറി ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ വിഷു നമ്മൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വിഷു വന്നു പോയി എന്നൊന്നും അറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നില്ല, ഷടപ്പേന്നായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത്തിരി ലേറ്റായിട്ട് എത്തുള്ളൂ, വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിഷുക്കട്ട് ഉണ്ടാക്കാൻ തന്നെ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിച്ച് ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ ഉച്ച കഴിഞ്ഞ സമയത്തേക്ക് എത്തുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് ചെയ്യാൻ ആകെ ആവാസക്കാരെ എത്താമെന്ന് പറഞ്ഞിട്ട് എത്തിയില്ലെങ്കിൽ എൻ്റെ നല്ല ചിത്തറിയും. അപ്പോൾ ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അപ്പം നാത്തൂനുണ്ട് വീട്ടിൽ. ആൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോവും, അച്ഛൻ കൊണ്ടാക്കി കൊടുക്കും വീട്ടിലേക്ക്.
അപ്പോൾ നാളെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒരാഴ്ച നമ്മുടെ വിഷു പ്രമാണിച്ച് അവിടെ ആയിരിക്കും. ഒരാഴ്ച വെക്കേഷനാണല്ലോ, പോയൊട്ടും നിന്നിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും മിക്കതും. അപ്പോൾ ഗൈസ് ഇതെന്താണ് വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കിയതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച നിൽക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും കെട്ടിപ്പൂട്ടി ഞാൻ റെഡി ആയിട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ അവിയൽ, വീട്ടിലേക്കുള്ള അവിയൽ, മാങ്ങാക്കറി, പിന്നെ ഈ സാധനം എല്ലായിടത്തുനിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ ഞാൻ പറമ്പിൽ ഇപ്പം തരാൻ ചോറിന്. ഇതും കൂട്ടിയിട്ടില്ല, എനിക്കിതും കൂടി ചോറിന് ഇഷ്ടമാടാ. എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനിത് ചോറും കൂട്ടില്ല, ഞാൻ തൈര് ഒഴിച്ച് കഴിക്കും വെറുതെ, കട്ട തൈര് ഒഴിച്ച്. സദ്യയിലൊക്കെ പോകുമ്പോൾ ഇതും സാമ്പാറും മറ്റേ മസാലക്കറിയും എടുക്കുക. ഉച്ചയ്ക്ക് വിഷുക്കട്ട മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ. അതുകൊണ്ട് എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടോ. മോരുകാച്ചിയും കൂട്ടി നല്ല അസലൊരു പിടി പിടിച്ചു. പിന്നെ എനിക്കും കീർത്തനും കൊണ്ടുപോകാനുള്ള ഫുഡ് പാക്കിംഗ് ആയി. അവിയലൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി, സാമ്പാറും, കാരണം ഇവിടെ നിന്ന് ചീത്തയാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ വിഷുക്കട്ട പ്ലേറ്റിൽ തന്നെ ഒരു പേപ്പർ കൊണ്ടൊക്കെ കവർ ചെയ്ത് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളും കറികളൊക്കെ എടുത്ത് വെക്കാനായിട്ട് പൊണ്ണമ്മായും കൊച്ചായൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങളിങ്ങനെ പോകുമ്പോൾ. കാരണം ഒരു വിഷുവും ഓണത്തിനൊക്കെ എന്താ പറയുക, മക്കളെടുത്തില്ലാത്തൊരു പകുതി മുക്കാൽ നേരം, കുറച്ച് നേരമല്ലേ നമ്മൾ മക്കളെടുത്തുണ്ടാവുള്ളൂ. പിന്നെ അമ്മയ്ക്ക് അച്ഛനും ശീലമായി. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞ അവസരമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിലേക്ക് പോവുമല്ലോ ആയ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു എല്ലാ മക്കൾക്കും, എൻ്റെ സിജിയമ്മയ്ക്കും കണ്ണച്ചനുണ്ടായിരുന്നില്ല, സിജിയമ്മയ്ക്കും ഉണ്ടായിരുന്നു സെയിം വിഷമം. സഞ്ചൊരു ഉച്ചയായപ്പോഴത്തേനും അങ്ങനെ. പക്ഷെ അതൊരു പ്രകൃതി നിയമമാണ് അല്ലേ, നമ്മൾ പെണ്ണ വീട്ടിൽ പോവാന്നുള്ളത്. അങ്ങനെ മേ ബി ഞാൻ എൻ്റെ മോനെ ആവുന്ന സമയത്ത് എനിക്കും ചിലപ്പോൾ ചെറിയ വിഷമങ്ങളുണ്ടാവും. അന്നും നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അമ്മമാരാകുമ്പോഴാണ് അമ്മമാരുടെ ശരിക്കും ഫീൽ അറിയുക. നമുക്കൊരിക്കലും ഒരമ്മയാവാതെ അമ്മയുടെ ഫീൽ ശരിക്കും അറിയാൻ പറ്റില്ല ഗൈസ്, ശരിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മളെവിടെ പോവാ പറ? മുത്താരിക്ക്. അപ്പോൾ ഞങ്ങൾ പോവാണ്. സമയം ഇപ്പം എത്ര മണിയായിട്ടാ? 4:45. എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ട് പോകണം അല്ലേ. നമ്മളൊരു ഉച്ച കഴിഞ്ഞൊരു 2:30-3 മണിയോട് കൂടി എന്തായാലും ഇറങ്ങാറുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഉച്ചറൊക്കെ ഉറങ്ങാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. കാരണം ഞാൻ മേലെ പോയി, ഏട്ടനെ കണ്ടില്ലേ, അവിടെ മേലെ പോയിട്ട് ഞാൻ നല്ല ഡീപ്പായിട്ടൊരു ഉറക്കം, ഒരു 3/4 മണിക്കൂർ ഉറങ്ങി. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ, പക്ഷെ എനിക്ക് പറ്റുണ്ടല്ലോ. 20 മിനിറ്റാണ് കഴിച്ച് ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ അമ്മയോട് കുറേ പറഞ്ഞു പോയി കിടന്നു. പക്ഷെ എനിക്ക് വയറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പിരിഞ്ഞ് മുറുക്കിയുള്ളൊരു വേദന ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 1 to 2 hour കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ദിവസം. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഇനി രാത്രിത്തെ ചെറിയ ചെറിയ പരിപാടി. നല്ല മഴക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വീടിൻ്റെ അവിടെ ചിലപ്പം മഴക്കാലം. പോണ വഴിക്ക് നമുക്ക് കക്കിരി മേടിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ കാണിച്ചില്ലേ കക്കിരിപ്പാടത്ത്, അവിടുത്തെ ഇവിടെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കീത്തൂന് കൊണ്ടുപോകാനും വേണം. കീത്തും നെയ്യിലൊക്കെ കൊച്ചായിനെയും പൊണ്ണമ്മായിനെ അവിടെ ഇറക്കിയിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ അതിന് കക്കിരി മേടിച്ചിട്ട് നമ്മുടെ അമ്മയ്ക്കും അച്ഛനും അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പോണ വഴിക്ക് നമ്മൾ 2 വീട്ടിലേക്കായിട്ടും കക്കിരി മേടിച്ചു. ഞങ്ങൾ 2 കാറിലാണ് കേട്ടോ പോയത്. അപ്പം കീത്തൂനും കക്കിരി കൊണ്ടുപോകണമായിരുന്നു. കീത്തൂൻ്റെ വീട്ടിൽ ഇനി അടുത്ത ദിവസം വിരുന്നൊക്കെ വിളിക്കുന്നുണ്ട് അവളെ റിലേറ്റീവ്സിന്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിലേക്കും കക്കിരി മേടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ പകുതി എത്തിയപ്പോൾ അല്ലുട്ടൻ ഭയങ്കര വാശി, ഞങ്ങളുടെ കൂടെ കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴി, ഞങ്ങൾ ഒരു റൂട്ടാണല്ലോ പോവുക. അപ്പോൾ പോകുന്ന വഴി അല്ലൂസിനെ എടുത്ത് കാറിൽ തട്ടി നമ്മുടെ കാശിക്കൂട്ടൻ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അല്ലുട്ടൻ കാറിൽ, അപ്പം കാറിലൊരു കാറ് കണ്ടായിരുന്നു, അതുകൊണ്ട് ആ വാശിണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലീനമ്മേരെ അടുത്ത് കയറി അല്ലൂസിനെ ആക്കിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. ലീനമ്മ അപ്പോൾ നമ്മുടെ കീത്തൂനെ എന്തെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നാലും അത് എൻ്റെ വീട്ടിൽ പോയത്, എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ കയറിച്ചല്ല. തിരിച്ച് വന്നതേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് ചിക്കനും ബീഫായിരുന്നു ഇവിടെ കയറി കേട്ടോ. നമ്മുടെ ചാന്തു നാത്തൂൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും പോയിട്ടുണ്ടായിരുന്നു അവളെ വീട്ടിലേക്ക്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കൊണ്ടാക്കി കൊടുത്തു. ഇനി നാളെ വരത്തുള്ളൂ. അപ്പം ഞാൻ ബീഫ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കിടിലും ബീഫായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കുമായിരുന്നു, അമ്മ ഇത് ബീഫ് തന്നെയാണ് അമ്മ ഉണ്ടാക്കിയതാ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അമ്മയുടെ കറികളൊക്കെ ഇഷ്ടമായി തുടങ്ങിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ. അത് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് അമ്മയുടെ കറികൾക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി തുടങ്ങിയത്. അത് പക്ഷേ സീതമ്മയുടെ കറി ടേസ്റ്റിലല്ലാണ്ടല്ല കേട്ടോ. സീതമ്മയുടെ കറികളൊക്കെ പ്രോ ആണ് ഗൈസ്, പ്രോ മാക്സ് ആണ് സീതമ്മയുടെ കറികളൊക്കെ. അമ്മയുടെ കറികളും എനിക്ക് മിസ് ചെയ്ത് തുടങ്ങിയത്, ഇഷ്ടമായി തുടങ്ങിയത് കല്യാണത്തിന് ശേഷം. ഞാൻ ഞാനിങ്ങനെ ചാറ് കുറേ കുടിച്ചു. പിന്നെ ഏട്ടൻ ചിക്കൻ വറുത്തതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ല ഗംഭീര മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നല്ല ശക്തമായ മഴയാണ്. നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കപ്പലിൻ്റെ കിട്ടായി വന്നു. ബീഫ് കറി വല്ല അസൽ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എനിക്ക് എപ്പോഴങ്ങനെ ഇഷ്ടമാവാറില്ല. പക്ഷെ ബീഫ് കറി നല്ല രസമുണ്ട്. പിന്നെ ചിക്കൻ വറുത്തതും ഇവിടെ ഫുള്ള് നോണായിരുന്നു. അപ്പോൾ ഇതെന്താ ഇനി പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് ലാത്തിരി പൂത്തിരി കമ്പിത്തിരി പൂത്തിരി കത്തിരി നമ്മൾ അമ്മയുടെ വക ടീഷർട്ട് എവിടെ കാണിച്ചു കൊടുക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുക. അയ്യോ ആക്കിയിട്ടു ഞാൻ വീഡിയോയില്ലേ എന്റെ ചില മകത്തെ കൊള്ളുന്നില്ലേ ഡ്രസ് കൊണ്ടുവന്നത്. എനിക്കെവിടെ നിർത്തി കാണണ്ടേ? നിതീഷ് ഇതുവരെ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ടില്ല. വയർ കുറച്ചൊന്ന് പുറത്തേക്ക് പോരട്ടെ. വയറല്ലല്ലോ ഇതൊക്കെ പിടിച്ചിരിക്കണത്, കുറച്ചുകൊണ്ട് പുറത്തേക്ക് വരട്ടെ. ഇപ്പൊ ശരി ഇഷ്ടായിരുന്നു. ചൈനീസ് കോളർ ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു പറഞ്ഞേ. വിഷു ആ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു. ഹാപ്പി വിഷു. അല്ല മക്കള് അച്ഛനോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. കാശി എനിക്ക് അവിടെ നിന്ന് സാധാരണ കൊടുത്തപ്പോ എനിക്ക് അവിടെ കൊണ്ടുതന്നു കാശി. മഴയൊക്കെ തോർന്ന് രാത്രിയായപ്പോൾ പേരക്കുട്ടികൾക്കും മക്കൾക്കും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ലാത്തിരി പൂത്തിരി കമ്പി പൂത്തിരി എൻ്റെ അച്ഛൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയത് മേശാപ്പൂ പൊട്ടിക്കലും അതേപോലെ തന്നെ കമ്പിത്തിരി കത്തിക്കലൊക്കെ ആയിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സഞ്ചപ്പനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അവന് എനിക്ക് ഓർമ്മയുള്ളത് പാറുട്ടൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്താ പറയുക പപ്പത്തണ്ടുമ്മൽ പാറുട്ടനെ പൂത്തിരി കത്തിപ്പിച്ച് ഇങ്ങനെ കത്തിക്കാനൊക്കെ നിന്നത് എൻ്റെ സഞ്ജു ആയിരുന്നു. അതെനിക്ക് മിസ് ചെയ്തു. സഞ്ജുവിനെ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ദേ നമ്മൾ പൂത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പൂത്തിയൊക്കെ കത്തിച്ചിട്ട് ഒരു ഫോട്ടോ പോലും ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്ത് ഇട്ടില്ല. പക്ഷെ നമ്മുടെ പിള്ളേർ ഒരു ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്യില്ലല്ലോ. കുറേ മേശപ്പൂ പാമ്പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പാമ്പുളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു എല്ലാ പ്രാവശ്യത്തേക്കാളും ഉപരി നേരത്തെ എണീറ്റ് കണി കണ്ട് അച്ഛനമ്മേനെ കണി കാണിച്ച് എന്താ പറയുക അവിടെ സന്തോഷമായി ഇവിടെ സന്തോഷത്തോടുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വയ്ക്കുന്നു. നിങ്ങളുടെ വിഷു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.